ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. 87 ചേതനെക്കുറിച്ചുള്ള തന്റെ ഊഹങ്ങൾ ഡേവിഡ് മുന്നോട്ട് വെച്ചതും അതിന് പിന്നിലെ യുക്തി മനസ്സിലാക്കി അവിടെയുള്ളവരെല്ലാം ചേതനെതിരെ തിരിഞ്ഞു. അവരെല്ലാം നേരത്തെ ചേതൻ എങ്ങനെയാവും ആദ്യത്തെ 3 പേരുടെയും രഹസ്യങ്ങൾ കണ്ടെത്തിയത് എന്നോർത്ത് അവന് ഭയന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പുവശം അവർക്ക് ഏതാണ്ട് മനസ്സിലായതും അവരുടെ ഭയവും മാറി. അവർ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യത്തെ 3 പേരെയും അത്ര എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ അവർ ചേതനെ അനുവദിക്കുമായിരുന്നില്ല. എന്തിനെ, ഇതറിഞ്ഞിരുന്നെങ്കിൽ ചേതന് മുമ്പിൽ സംവാദത്തിന് ചെല്ലാൻ അവർ മടി കാണിക്കില്ലായിരുന്നു. ഈ അലവലാതി ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ നിന്ന് മുങ്ങില്ലായിരുന്നോ? ഇപ്പോ എന്റെ മാനവും പോയി, എല്ലാം പോയി. സന്ദീപ് പല്ല് കടിച്ചുകൊണ്ട് ചിന്തിച്ചു. ദൈവമേ, നിമിഷ നേരം കൊണ്ടാണല്ലോ ഓരോ കഥ ഉണ്ടാക്കി വിടുന്നത്. ഇവനൊക്കെ വലിയ സിനിമ എടുക്കാൻ പോകാതെ എന്തിനാ ഇങ്ങനെ ആൽക്കിമിസ്റ്റ് ആവാൻ വന്നത്? ചേതൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്റെ ചിരി അടക്കാൻ ശ്രമിച്ചു. ഡേവിഡിന് ഇത്ര ഭീകരമായി ചിന്തിക്കാൻ കഴിയുമെന്ന് ചേതൻ അറിയില്ലായിരുന്നു. തന്റെ ഊഹാപോഹങ്ങളുടെ പുറത്തായിരുന്നു ഡേവിഡ് ഈ കഥകൾ എല്ലാം പറഞ്ഞത്. ചേതനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഡേവിഡിനെ നോക്കി. ശരി, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ആണെന്നിരിക്കട്ടെ. ഞാനിവിടെ എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലും അതിന് നിങ്ങൾക്കെന്താ പ്രശ്നം? അവര് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. ചേതൻ ചോദിച്ചു. അത് തന്നെയാണല്ലോ പ്രശ്നം. ഇപ്പോൾ നിന്നെക്കുറിച്ച് എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ റൂൾസ് എല്ലാം കുറച്ചങ്ങ് മാറ്റാൻ പോകുക. ഈ മാറ്റിയ റൂൾസ് വെച്ചും എന്നെ തോപ്പിച്ച നീ ശരിക്കും കഴിവുള്ളവനാണെന്ന് ഞാൻ അപ്പോ സമ്മതിക്കാം. ഡേവിഡ് അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ റൂൾസ് മാറ്റാൻ പോവുകയാണെന്നോ? എന്ത് റൂൾസാണ് നിങ്ങൾ മാറ്റാൻ പോകുന്നത്? ചേതൻ സംശയത്തോടെ ചോദിച്ചു. മരുന്നുണ്ടാക്കുന്ന രീതി അതേപടി തുടരും, അതിലൊരു മാറ്റവുമില്ല. ഞാൻ മരുന്നുണ്ടാക്കും, പക്ഷെ നീ അതിലെ തെറ്റുകളോ കുറവുകളോ മാത്രമേ കണ്ടെത്തി പറയാൻ പാടുള്ളൂ. തീയുടെ താപനില, ടെക്നിക്കിലെ തെറ്റ്, എന്റെ ടെക്നിക്കിലെ യഥാർത്ഥ പോരായ്മകൾ തുടങ്ങിയവ നീ കണ്ടെത്തി എന്നോട് പറയണം. അതും നിന്റെ സ്വന്തം കഴിവുകൊണ്ട്. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജയിക്കാമെന്ന് കരുതണ്ട. ഡേവിഡ് പുതിയ നിയമങ്ങൾ മുന്നോട്ട് വെച്ചു. അത് കേട്ട് അവിടെയുള്ള മറ്റ് ആൽക്കിമിസ്റ്റുകളുടെ മുഖവും തെളിഞ്ഞു. അതൊരു നല്ല തീരുമാനം തന്നെ. ശരിയാ, ഇനി ഇവന് ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ് സംവാദത്തിൽ ജയിക്കാൻ കഴിയില്ല. ആൽക്കിമിസ്റ്റുകൾ ആശ്വാസത്തോടെ പറഞ്ഞു. ഇനിയിപ്പോ ചേതൻ വേണമെന്ന് വെച്ചാലും അവരുടെ ഒന്നും രഹസ്യങ്ങൾ പറയാൻ പറ്റില്ല. സത്യത്തിൽ രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള ചേതന്റെ കഴിവിലാണ് അവരെല്ലാം ഭയപ്പെട്ടിരുന്നത്. ഒരു ആൽക്കിമിസ്റ്റ് ആയതിനാൽ അവരെല്ലാം അറിയപ്പെടുന്ന ജനപ്രീതി ആർജിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും അവരുടെ സൽപ്പേര് കാത്തു സൂക്ഷിക്കണം. അങ്ങനെ ഇരിക്കുമ്പോ ചേതൻ വന്ന് അവരുടെ തെറ്റുകളെല്ലാം പറഞ്ഞു കൊണ്ടുവരുന്നത് എന്ത് നാണക്കേടുള്ള കാര്യമാണെന്ന് ഓർത്തു നോക്ക്. അതുകൊണ്ട് തന്നെ ഡേവിഡ് ഉണ്ടാക്കിയ പുതിയ നിയമങ്ങളിൽ എല്ലാവരും സന്തോഷിച്ചു. ഉടനെ തന്നെ അവർ അയാൾ മുന്നോട്ട് വെച്ച നിയമങ്ങൾ ശരിവെച്ചു. ആരുടെയെങ്കിലും വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഈ ചർച്ചയ്ക്കിടയിൽ കൊണ്ടുവരാൻ ചേതന് അവകാശമില്ല. ഇതാണോ റൂൾസ്? ഇത്രേ ഉള്ളൂ? നിയമങ്ങൾ കേട്ട് ചേതൻ ചോദിച്ചു. അവനൊരു കൂസലില്ലാതെ നിൽക്കുന്നത് കണ്ട് എല്ലാവരും ആശയക്കുഴപ്പത്തിലായി. അവരുടെ എല്ലാം മുഖഭാവം കണ്ട് ചേതന് ചിരിയാണ് വന്നത്. നീ എന്തായി ചിരിക്കുന്നത്? ചിരിച്ചു കാണിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. എല്ലാവരുടെയും വീക്ക്നെസ് കണ്ടുപിടിച്ച് അത് പ്രയോജനപ്പെടുത്തി ആൽക്കിമിസ്റ്റ് ആവാം എന്നായിരുന്നില്ല നിന്റെ വിചാരം. അതിനി ഇവിടെ വിലപ്പോവില്ല. ആദ്യത്തെ 3 പേരെ എന്തോ ലക്ക് കൊണ്ട് തോൽപ്പിച്ചതുപോലെ ഇനി നടക്കില്ല. ഇനിയാണ് നിന്റെ ബാഡ് ലക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഡേവിഡ് അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു. ചേതൻ അത് കേട്ട് ചിരി അടക്കിക്കൊണ്ട് അയാളോട് ചോദിച്ചു. സാർ, എനിക്കൊരു സംശയം. ശരിക്കും എന്നെ തോപ്പിക്കാൻ നിങ്ങൾ ഈ ഒരു റൂള് മാത്രമേ വെക്കുന്നുള്ളൂ? ഞാൻ സാറിന് എൻട്രിയൊക്കെ കണ്ട് എന്തോ കാര്യമായി റൂളൊക്കെ കൊണ്ടുവരുന്ന കരുതി വെറുതെ പേടിച്ചിരിക്കുകയായിരുന്നു. ചേതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ വാക് സാമർത്ഥ്യം കൊള്ളാം. നീ ആദ്യം ഈ വെല്ലുവിളി സ്വീകരിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ ഇല്ലയോ എന്ന് പറ. അവന്റെ കളി ഇഷ്ടപ്പെടാതെ ഡേവിഡ് ചോദിച്ചു. അനാവശ്യമായി തർക്കിക്കാൻ ചേതൻ ആഗ്രഹിച്ചില്ല. അതിനാൽ അവൻ മറുപടിയായി തലയാട്ടി. ഇതൊരു വെല്ലുവിളിയായി പോലും എനിക്ക് തോന്നുന്നില്ല. ഈ റൂൾസ് പിന്തുടരുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഡേബിൾ ഓക്കെ, ചേതൻ ആവേശത്തോടെ പറഞ്ഞു. ചേതൻ സമ്മതിച്ചത് കേട്ട് ഡേവിഡ് ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. അയാൾ അല്പനേരം ആലോചിച്ച ശേഷം ഔഷധ ചെടികളും എടുത്ത് അടുപ്പിന് അരികിലേക്ക് പോയി. അടുപ്പിൽ തീ പടർന്നതോടെ ഡേവിഡ് മരുന്ന് തയ്യാറാക്കാൻ തുടങ്ങി. തുടർന്ന് കുറച്ച് സമയത്തിനുള്ളിൽ അയാൾ തീ അണച്ചു. പാത്രത്തിൽ നിന്ന് 3 ഗുളികകൾ എടുത്തു. ലെവൽ 1 ട്രാൻക്യുലൈസർ ടാബ്ലറ്റ്സ് ആയിരുന്നു അത്. ഈ ടാബ്ലറ്റ് ഡോൺ 6 ലെവലിൽ ഉള്ളവർക്കായി പ്രത്യേകം നിർമ്മിച്ചതാണ്.
ഇത് ഉപയോഗിച്ച് ഡോൺ 6 സ്റ്റേജിൽ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ അക്യുപോയിന്റ്സ് തുറക്കാൻ കഴിയും. ഈ ടാബ്ലറ്റിന്റെ സഹായത്തോടെ അവർക്ക് വേഗം മുന്നേറാൻ കഴിയും. കുറച്ചു കാലം മുമ്പ് നരേന്ദ്രൻ ഈ ടാബ്ലറ്റ്സ് വിമലിന് വേണ്ടി വലിയ തുക കൊടുത്ത് വാങ്ങിയിരുന്നു. ആ ടാബ്ലറ്റ് ആണ് വിമൽ ചേതനെ കൊന്നാൽ ലിയോയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. എത്ര പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചാലും ഈ മരുന്ന് മികച്ച ലെവൽ 1 ടാബ്ലറ്റ്സിൽ ഒന്നാണ്. ഈ ടാബ്ലറ്റ്സ് ഉണ്ടാക്കുന്നത് ആങ്സൈറ്റി പിൽസ് ഉണ്ടാക്കുന്നതിനേക്കാൾ കഷ്ടമായിരുന്നു. ഗ്രേറ്റ്! ഡേവിഡ് സാറിന് മാത്രമേ ഇത്തരമൊരു കഠിനമായ ടാബ്ലറ്റ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയൂ. ഡേവിഡ് സാറിന്റെ ടെക്നിക്ക് ഇത്ര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇത്തരമൊരു വിദ്യ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അവിടെയുള്ള ആൽക്കിമിസ്റ്റുകൾ തമ്മിൽ പറയാൻ തുടങ്ങി. ചേതൻ ഇനി എന്തു പറയുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു അവിടെയുള്ളവർ. ഇപ്പോഴാണ് ഇതൊന്ന് ചൂട് പിടിച്ചത്. ജിജേഷ് മന്ത്രിച്ചു. ഡേവിഡ് താൻ തയ്യാറാക്കിയ ടാബ്ലറ്റ് എടുത്ത് കാണിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൽക്കിമിസ്റ്റുകളെല്ലാം ഇനിയുള്ള ചേതന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നോർത്ത് ചിരിക്കാൻ തുടങ്ങി. ടാബ്ലറ്റിന്റെ ഗുണനിലവാരം കൂടുന്തോറും അത് നിർമ്മിക്കാനുള്ള മുറ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായി മാറും. അവിടെ ഇരിക്കുന്ന ആൽക്കിമിസ്റ്റുകൾക്ക് പോലും ഡേവിഡിന്റെ മെത്തേഡിൽ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്തപ്പോൾ ഒരു അസിസ്റ്റന്റ് ആൽക്കിമിസ്റ്റ് ആയ ചേതൻ അത് എങ്ങനെ കണ്ടുപിടിക്കാനാണ് എന്ന് ശ്രുതിയും ചിന്തിച്ചു. ദാ എടുത്തോ, എന്റെ ജോലി കഴിഞ്ഞു, ഡേവിഡ് ഉത്സാഹത്തോടെ പറഞ്ഞു. ടാബ്ലറ്റ് റെഡിയായ സ്ഥിതിക്ക് നീ പറ, ഈ ടെക്നിക്കിന്റെ പേരെന്താ, അതിന്റെ കുറവുകൾ എന്താ? ഡേവിഡ് ഗർവോട് അവനോട് ചോദിച്ചു. പെട്ടെന്ന് ഈ ടാബ്ലറ്റ്സ് ഉണ്ടാക്കിയത് അയാളുടെ ബ്രീത്തിങ്ങിനെ ബാധിച്ചിരുന്നു. അയാൾ ഒന്ന് ദീർഘനിശ്വാസം എടുത്തുവിട്ടു. അയാളുടെ ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിലായതും അയാൾ ചേതനോട് മറുപടി പറയാനായി ആംഗ്യം കാണിച്ചു. അത് കണ്ടെങ്കിലും ചേതനൊന്നും മിണ്ടിയില്ല. ഇവിടെയുള്ള ആൽക്കമിസ്റ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് എവിടെ നിന്നും ലഭിച്ചു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ വിവരങ്ങൾ വെച്ചു മാത്രം ഈ സംവാദത്തിൽ വിജയിക്കാമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അത് വെറും അതിമോഹം മാത്രമാണ്. ശരിയായ കഴിവില്ലാത്ത ഒരുത്തന് ഈ ആൽക്കമിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും സ്ഥാനം ലഭിക്കില്ല. ഡേവിഡ് വീണ്ടും താക്കീത് പോലെ പറഞ്ഞു. ചേതൻ അയാളെ തന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്നത് കണ്ടതും അയാൾ വീണ്ടും തുടർന്നു. നിനക്ക് ഉത്തരം അറിയില്ലെങ്കിൽ അത് പറ. ഇതൊക്കെ സാധാരണ കാര്യങ്ങളാണ് ചെയ്ത. നിന്നെ പോലെ കുറെ എണ്ണം ഇതിനു മുമ്പും ഇവിടെ ഇങ്ങനെ വന്നു നിന്നിട്ടുണ്ട്. അതുകൊണ്ട് നിനക്കറിയാമെങ്കിൽ പറ, ഇല്ലെങ്കിൽ തോൽവി സമ്മതിച്ചേക്ക്. ഡേവിഡ് പറഞ്ഞു. സാറിന് ഇത്ര ഡയലോഗ് അടിക്കുന്നേ? ഞാൻ ഉത്തരം പറയണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞ പ്രശ്നം തീർന്നല്ലോ, ചേതൻ ലാഘവത്തോടെ പറഞ്ഞുകൊണ്ട് ഇരു കൈകളും പിന്നിൽ കെട്ടി ആ ഹാളിന്റെ നടുവിലേക്ക് പോയി നിന്നു. സാറിപ്പ് ഉപയോഗിച്ച ടെക്നിക്കാണ് 1000 മൗണ്ടൻ ഹാൻഡ്സ് ടെക്നിക്. ഇതൊരു 2 സ്റ്റാർ ആൽക്കമിസ്റ്റ് കണ്ടുപിടിച്ചതാണ്. പാത്രത്തിൽ പച്ചമരുന്നുകൾ എടുത്ത് ഒരു മല പോലെ ഒന്നിനു മീതെ ഒന്നായി വെക്കണം. മല കയറാനും ഇറങ്ങാനും മുകളിൽ നിന്നും താഴെ നിന്നും 2 വഴികൾ ഉള്ളതുപോലെ ഇതിന് 2 വഴികളുണ്ട്. ഈ വഴികളിലൂടെ അഗ്നിയെ കടത്തിവിടണം. ആദ്യം വേഗത്തിൽ, പിന്നെ പതുക്കെ, പിന്നെ വീണ്ടും വേഗത്തിൽ. അങ്ങനെ ഒരു തിരമാല അലയടിക്കുന്നത് പോലെ അഗ്നിയെ പ്രയോഗിച്ച് വേണം മരുന്ന് തയ്യാറാക്കാൻ. ഇങ്ങനെ മരുന്ന് തയ്യാറാക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സസ്യവും പെട്ടെന്ന് തമ്മിൽ ഇടകലരും. അങ്ങനെ ഈസിയായി തന്നെ അത് ടാബ്ലറ്റിന്റെ ഷേപ്പിലായി മാറും. പക്ഷേ ഈ മാർഗത്തിൽ ഉണ്ടാക്കുന്ന ടാബ്ലറ്റ്സിന് ഒരു കുറവുണ്ട്. ഒറ്റയടിക്ക് 3 ടാബ്ലറ്റ്സ് ഉണ്ടാക്കിയെങ്കിലും ഇതിന് ഗുണമേന്മ കുറവാണ്. അതുകൊണ്ട് ഇത് അടുത്ത ലെവലിലേക്ക് കടക്കില്ല. ഇതുപോലുള്ള ടെക്നിക്സ് ഉപയോഗിക്കുന്നത് ലോ ലെവൽ ആൽക്കമിസ്റ്റുകളാണ്. അവർക്ക് ഒറ്റയടിക്ക് ടാബ്ലറ്റ്സിന്റെ മാസ് പ്രൊഡക്ഷൻ നടത്താനാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. സാധാരണ ഉയർന്ന നിലയിലെ ആൽക്കമിസ്റ്റുകൾ ഈ ടെക്നിക്ക് ഉപയോഗിക്കാറില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ടെക്നിക്ക് ഉപയോഗിച്ചാൽ ഒരിക്കലും അവരുടെ മരുന്നിന്റെ ഗുണമേന്മ കൂട്ടാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. സ്വന്തം കഴിവുകൊണ്ട് നല്ല നിലവാരമുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് കരുതുന്നവരാണ് ഈ 1000 മൗണ്ടൻ ഹാൻഡ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഈ വലിയ ഉപകാരമൊന്നുമില്ലാത്ത ടെക്നിക്ക് യൂസ് ചെയ്ത് സമയം കളയോ? ചേതൻ അവസാനം അല്പം പരിഹാസത്തോടെ പറഞ്ഞത് കേട്ട് ഡേവിഡ് ഒന്ന് പല്ല് കടിച്ചു. ഞാൻ പറഞ്ഞത് ശരിയല്ല ഡേവിഡ് സാർ? ചേതൻ തന്റെ പുരികം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ചേതൻ തന്റെ ചോദ്യത്തിന് തന്ന മറുപടിയും അവന്റെ ഇപ്പോഴത്തെ ചോദ്യവും കേട്ട് ഡേവിഡ് രോഷാകുലനായി. അദ്ദേഹം ഈസ്റ്റ് ലൈനിന്റെ തലവനും 1 സ്റ്റാർ ആൽക്കമിസ്റ്റുമായിരുന്നു. ഈ തലസ്ഥാന നഗരിയിൽ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു കമ്പനി വരെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അയാളെ നോക്കിയാണ് വെറും ഒരു അസിസ്റ്റന്റ് ആയ ചേതൻ അയാൾ നിലവാരമില്ലാത്ത ആൽക്കമിസ്റ്റ് ആണെന്ന് പറഞ്ഞത്. അത് കേട്ട് അവിടെയുള്ളവർ പോലും ഡേവിഡിന്റെ കഴിവിനെ സംശയിക്കാൻ തുടങ്ങി. കാരണം ഈ യാഥാർത്ഥ്യം അവർക്കാർക്കും നിഷേധിക്കാൻ കഴിഞ്ഞില്ല. ഈ ടെക്നിക്കിന്റെ പോരായ്മയെ കുറിച്ച് ചേതൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഇതുകൊണ്ട് നീ ജയിച്ചു എന്ന് കരുതണ്ട. സംവാദം ഇനിയും അവസാനിച്ചിട്ടില്ല. നീ യഥാർത്ഥ ടെക്നിക്കിന്റെ തെറ്റുകളാണ് പറഞ്ഞത്. പക്ഷേ ഇനിയും ഞാൻ ആ ടെക്നിക്ക് ഉപയോഗിച്ചപ്പോ വരുത്തിയ തെറ്റുകൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. എങ്കിൽ മാത്രമേ
നിനക്ക് പൂർണ്ണമായി വിജയിക്കാൻ സാധിക്കൂ. ഡേവിഡ് തന്റെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയൊക്കെ കേട്ടിട്ടും ഇയാളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ. വേണ്ട വേണ്ട നോക്കുമ്പോ വന്ന് ചോദിച്ചു വാങ്ങുവാണ്. ചേതൻ അയാളെ നോക്കി ഒന്ന് നെടുവീർപ്പോടെ ചിന്തിച്ചു. എന്നിട്ട് ഡേവിഡിനോട് ശരിയെന്ന് പറഞ്ഞ് ചേതൻ മുന്നിലേക്ക് ചെന്നു. അവന് അടുപ്പിന്റെ അരികിലേക്ക് ചെന്ന് നിന്നു. ഞാൻ ബേസിക് ലെവലിൽ തന്നെ തുടങ്ങാം. ഒരു നല്ല ആൽക്കമിസ്റ്റിന് നല്ല ഗുണനിലവാരമുള്ള മരുന്നുകൾ ഉണ്ടാക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന തീയും പാത്രവുമെല്ലാം എങ്ങനെ നിയന്ത്രിക്കണം എന്നറിയാൻ കഴിയും. ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ മാത്രമേ മികച്ച മരുന്നുകൾ സൃഷ്ടിക്കാൻ കഴിയും. എന്നാൽ ആൽക്കമിസ്റ്റ് ഡേവിഡ് സസ്യങ്ങളെടുത്ത് ഉടനെ തന്നെ മരുന്ന് തയ്യാറാക്കാൻ തുടങ്ങി. അദ്ദേഹം പാത്രം നന്നായി ശ്രദ്ധിച്ചില്ല, അതുപോലെ തീയും എങ്ങനെയാണെന്ന് നോക്കിയില്ല. ഡേവിഡ്, ഈ പാത്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നത് എന്താണെന്ന് ഒന്ന് പറയാമോ? ഈ പാത്രത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് തന്നെയാണ് തീ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഇത് എല്ലാ ആൽക്കമിസ്റ്റുകൾക്കും പറ്റുന്നൊരു തെറ്റാണ്. ഇതുമൂലമാണ് മിക്കപ്പോഴും ഗുണനിലവാരം കുറഞ്ഞ മരുന്നുകൾ ആൽക്കമിസ്റ്റുകൾ ഉണ്ടാക്കുന്നത്. പിഴവ് എത്ര ചെറുതാണെങ്കിലും അതിന് ഇമ്പാക്ട് വളരെ വലുതായിരിക്കും. ചേതൻ ആ പാത്രത്തിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. 88. ചേതന്റെ സംസാരം കേട്ട് എല്ലാവരും സ്തബ്ധരായി. സത്യത്തിൽ ഡേവിഡ് പറഞ്ഞതുപോലെ ആരുടെയെങ്കിലും രഹസ്യങ്ങൾ പുറത്തുവിട്ട് ജയിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല ചേതൻ ഇവിടെ വന്നത്. പകരം അവന്റെ കഴിവ് കാഴ്ചവെക്കാനാണെന്ന് അതോടെ അവിടെയുള്ളവർ തിരിച്ചറിഞ്ഞു. എന്താ സാർ, സാറിന് ഞാൻ പറഞ്ഞതിന് വിശ്വാസമില്ലേ? ഇല്ലെങ്കിൽ അതും എനിക്ക് തെളിയിക്കാൻ കഴിയും. ചേതൻ പറഞ്ഞു. നീ എന്താ തെളിയിക്കാൻ പോകുന്നത്? ആവശ്യമില്ലാതെ എന്റെ പേഴ്സണൽ ഇഷ്യൂസ് ഇതിലേക്ക് വലിച്ചിരിക്കരുത് എന്നുള്ള റൂള് നീ മറന്നോ? ഡേവിഡ് അത് കേട്ട് കടുപ്പത്തോടെ ചോദിച്ചു. എനിക്ക് നിയമങ്ങൾ നന്നായി തന്നെ അറിയാം. ഞാനിവിടെ സാറിന് ടെക്നിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മരുന്നുണ്ടാക്കാനുള്ള പാത്രത്തിന് 7 ഇഞ്ച് വീതിയും 3 ഇഞ്ച് ഉയരവുമുണ്ട്. ഒരു ലെവൽ 3 കരകൗശല വിദഗ്ധനാണ് ഇത് നിർമ്മിച്ചത്. 7 വർഷവും 3 മാസവും മുമ്പായിരുന്നു ഇത് നിർമ്മിക്കപ്പെട്ടത്. ആകെ 147 ടാബ്ലറ്റ്സ് ആണ് ഇതിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ 88 എണ്ണം ലെവൽ 1 ടാബ്ലറ്റ്സ് ആണ്. ബാക്കിയുള്ളത് ലെവൽ 1-നേക്കാൾ കുറവാണ്. ഈ പാത്രം ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഇത് 3 തവണ നിലത്ത് വീണിട്ടുണ്ട്. അതിനാൽ തന്നെ ഇതിൽ 13 പോറലുകളുണ്ട്. ഇതിൽ സാധാരണ ഗുളികകൾ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നവും തോന്നിക്കില്ലെങ്കിലും ഇതിലെ പോറലുകൾ മൂലം ഉറപ്പായും മരുന്നിന് ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങളുടെ ശക്തികൾ ഒരുപാട് പാഴായി പോകും. അതുകൊണ്ടാണ് അതിലുണ്ടാക്കുന്ന ടാബ്ലറ്റിന്റെ പ്രഭാവം കുറയുന്നത്. ചേതൻ പറഞ്ഞു നിർത്തി ഒന്ന് നിഗൂഢമായി ചിരിച്ചു. എന്നിട്ട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. കൂടാതെ ഇത് പൂർണ്ണമായും ചൂടാകാൻ 5 മിനിറ്റിൽ താഴെ സമയമെടുക്കും. ഈ പാത്രത്തിന്റെ വലത് ഇടത് വശങ്ങളുടെ കട്ടിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് അവ തമ്മിൽ 1 മില്ലിമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. എന്നാൽ ഈ വ്യത്യാസം വളരെ ചെറുതാണെങ്കിലും അടുപ്പിൽ വെക്കുമ്പോൾ 2 വശത്തും ഇത് കാരണം ഒരേ താപനില ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഡേവിഡ് സാറ് ഈ മരുന്നുണ്ടാക്കാൻ ഉപയോഗിച്ച സ്കാറ്റേഡ് ഫ്ലോറ ഗ്രാസ്, ഡ്രാഗൺ ഗ്രാസ് മുതലായ സസ്യങ്ങൾക്ക് ഈ വ്യത്യസ്ത താപനിലയുള്ള ഇടങ്ങളിൽ വെക്കുമ്പോൾ വ്യത്യസ്ത എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ചേതൻ പറഞ്ഞു നിർത്തി. ഇവരീ പറയുന്നൊക്കെ സത്യമാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? ചേതന്റെ മറുപടി കേട്ട് അവിടെയുള്ളവരെല്ലാം ആകെ അത്ഭുതപ്പെട്ടുപോയി. ഡേവിഡ് പോലും അവൻ പറയുന്നതൊക്കെ കേട്ട് ആകെ ഞെട്ടലായിരുന്നു. ചേതൻ എവിടെ നിന്നാണ് ഇത്രയധികം കാര്യങ്ങൾ പഠിച്ചതെന്ന് ആ ആൽക്കിമിസ്റ്റുകൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ പാത്രത്തിന് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ മരുന്ന് മറ്റൊന്നാകുമായിരുന്നെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ ഇത്രയും ചെറിയൊരു വ്യത്യാസം പോലും മരുന്നിനെ ബാധിക്കുമെന്ന് അവിടെയുള്ളവർക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ആൽക്കമി യൂണിയനിലെ അംഗങ്ങൾ ഈ സംവാദത്തിന് വേണ്ടി സ്വന്തമായി തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതാണ് ഈ പാത്രം. അങ്ങനെയുള്ളപ്പോ അതിനെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ എങ്ങനെ ചേതൻ അറിഞ്ഞു? ഈ പാത്രം എവിടെയാണ് ഉണ്ടാക്കിയതെന്നും അതിന്റെ കട്ടി എത്രയാണെന്നും ഇന്നേ വരെ ഇതിൽ എത്ര മരുന്നുകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുമൊക്കെ എങ്ങനെ അവൻ കണ്ടെത്തി? ഒരു മനുഷ്യനും ഇതെല്ലാം ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഈ ചേതൻ ഇനി മനുഷ്യൻ തന്നെയാണോ, അതോ ഇനി മറ്റെന്തെങ്കിലും സൂപ്പർ ഹ്യൂമൻ ആണോ? അവിടെയുള്ളവർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിറുപിറുത്തുകൊണ്ടിരുന്നു. പാത്രത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ തീയുടെ കാര്യം പറയാം. അവിടെയുള്ളവരുടെ മുഖഭാവങ്ങൾ തെല്ലൊന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ചേതൻ പറഞ്ഞു. പാത്രത്തിന്റെ അടിഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഇവിടെ നിന്നാണ് തീ വരുന്നത്. ഈ കത്തിയിരുന്ന കനലാണ് ചൂടിന്റെ ഉറവിടം. ഇതാണ് ഏറ്റവും ചൂടേറിയ ഭാഗവും. ഇത് എന്തിനേയും ഉരുക്കാൻ കഴിവുള്ളതാണ്. ഏതൊരു ആൽക്കിമിസ്റ്റിനും തന്റെ ഓറയുടെ ശക്തി ഉപയോഗിച്ച് ഈ അഗ്നിയെ വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയും. അതുപോലെ മരുന്നിന്റെ പൂർണ്ണ ഗുണങ്ങൾ ലഭിക്കാൻ എത്ര സമയമെടുക്കുമെന്നും അവർക്ക് കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ ഏറ്റവും നല്ല ഗുണമേന്മയുള്ള ടാബ്ലറ്റ്സ് നിർമ്മിക്കാനാവും. ഞാൻ പറഞ്ഞതെല്ലാം ഒരു ആൽക്കിമിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന അറിവാണെങ്കിലും ഇത് അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. ചേതൻ പറഞ്ഞു നിർത്തി. എന്നിട്ട് ഡേവിഡിനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇനി എനിക്ക് ഡേവിഡ് സാറിനോടാണ് ചോദിക്കാനുള്ളത്.
ടാബ്ലറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് സാർ ഇതൊക്കെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലയോ? ചേതൻ പറഞ്ഞതും ഇപ്പോൾ അവൻ തന്നോട് ചോദിച്ച ചോദ്യവും എല്ലാം കേട്ട് ആകെ ഞെട്ടലിലായിരുന്നു ഡേവിഡ്. സത്യത്തിൽ അയാൾക്ക് ഇതെല്ലാം കേട്ടിട്ട് തന്റെ തല പുകയുന്നത് പോലെയാണ് തോന്നിയത്. ഇത്ര ചെറിയ പാത്രത്തിലെ പോറുള്ള ആരെങ്കിലും ശ്രദ്ധിക്കോ? ഇവരിതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? ഡേവിഡ് ചിന്തിച്ചു. അയാൾ താൻ സാധാരണ എങ്ങനെയാണോ മരുന്നുകൾ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ഇന്നും മരുന്നുണ്ടാക്കിയത്. അത് കേട്ട് ചേതൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, സാർ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നാണോ? ചേതൻ പരിഹാസത്തോടെ ചോദിച്ചു. ചേതൻ പറഞ്ഞതെല്ലാം പരിശോധിച്ച് മരുന്നുണ്ടാക്കാൻ തുടങ്ങിയാൽ ആ പാത്രം ചൂടാക്കാൻ തന്നെ 1 മാസം പിടിക്കും. പിന്നെ അതും കഴിഞ്ഞ് മരുന്ന് തയ്യാറാക്കാൻ ഒരാഴ്ചയും. ഡേവിഡ് ആലോചനത്തോടെ ചിന്തിച്ചു. ചേതൻ പറഞ്ഞതെല്ലാം വളരെ ബേസിക് ആയ കാര്യങ്ങളായിരുന്നു. ഓരോ ആൽക്കമി പഠിക്കുന്ന അസിസ്റ്റൻസിനും മരുന്നുകൾ തയ്യാറാക്കുന്നതിന് മുമ്പ് പാത്രവും തീയും പരിശോധിക്കണമെന്ന് അറിയാമായിരുന്നു. എന്നാൽ ഡേവിഡ് ഇതൊന്നും ചെയ്യാൻ നിൽക്കാതെ നേരിട്ട് തന്നെ മരുന്നുണ്ടാക്കുകയാണ് ചെയ്തത്. അതാവട്ടെ അയാൾക്കിപ്പോ വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. താൻ ചെയ്തതൊരു വലിയ മണ്ടത്തരം തന്നെയാണെന്ന് അയാൾക്ക് തോന്നി തുടങ്ങി. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു സദസ്സിന് മുമ്പിൽ വെറുമൊരു അസിസ്റ്റന്റ് തന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അയാൾക്ക് കേൾക്കേണ്ടി വന്നതും. അയാൾക്ക് ചേതനെതിരായി ഒന്നും പറയാനോ അവനെ തടയാനോ പോലും കഴിഞ്ഞില്ല. ആരോ തന്റെ കഴുത്തിൽ മുറുക്കി പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നത് പോലെയാണ് അയാൾക്ക് തോന്നിയത്. ഇതെല്ലാം ജിനേഷ് വാ പൊളിച്ച് നിന്നുകൊണ്ട് വീക്ഷിക്കുകയായിരുന്നു. ഇതൊക്കെ എനിക്ക് കിട്ടേണ്ട പണിയായിരുന്നു. പാവൻ ഡേവിഡ് സർ എല്ലാം മേനി വെച്ച് വാങ്ങിക്കൊണ്ടുപോയി. ഹോ, അയാൾ ഇല്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഞാൻ പോയി നിൽക്കേണ്ടി വന്നേനെ. ജിനേഷ് ചിന്തിച്ചു. ഞാൻ ചേതൻ പെടുമെന്നാണ് കരുതിയത്. ഇതിപ്പോ ഓരോരുത്തരായി വന്ന് അവന്റെ അടുത്താണല്ലോ പെട്ടുപോകുന്നത്. ശ്രുതി ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ചിന്തിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു 1 man ഷോ പോലെയാ. ആര് പോയാലും അവർക്കൊന്നും അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ജിജേഷ് ശ്രുതിയുടെ അടുത്ത് മെല്ലെ പറഞ്ഞു. അത് കേട്ട് ശ്രുതിയും തലയാട്ടി. ഇനി എന്താവും ഡേവിഡ് പറയാൻ പോകുന്നതെന്ന് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയായിരുന്നു. ചേതനാവട്ടെ അയാൾ ഒന്നും സംസാരിക്കാത്തത് കണ്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി. എല്ലാവരും ഡേവിഡ് സാറിനെ നോക്കി നിൽക്കാതെ ഇനിയൊന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ ഇനിയും പറഞ്ഞു തീർത്തിട്ടില്ല. ഞാൻ പാത്രത്തിന്റെയും തീയുടെയും കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഔഷധ സസ്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഡേവിഡിന് തന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാൻ കഴിയില്ലെന്ന് ചേതൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് വെറുതെ അയാളുടെ ഉത്തരങ്ങൾക്കായി കാത്തിരുന്ന് നേരം കളയുന്നതിനേക്കാൾ നല്ലത് അടുത്ത കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നതാണെന്ന് അവൻ തീരുമാനിച്ചു. എന്നിട്ട് ചേതൻ ഔഷധങ്ങൾ വെച്ചിരിക്കുന്ന റാക്ക് ലക്ഷ്യമാക്കി നടന്നു. റാക്കിന് അടുത്ത് ചെന്ന് നിന്ന് അവിടെയുള്ളവരെ എല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു, ഈ മരുന്നുണ്ടാക്കാൻ 47 ഔഷധങ്ങൾ ആവശ്യമാണ്. ധാരാളം ഔഷധ സസ്യങ്ങൾ ഉള്ളതിനാൽ ചില പച്ചമരുന്നുകൾ സ്വാഭാവികമായും പാലും വെള്ളവും കൂട്ടിച്ചേർത്തതുപോലെ കൂടി ചേർന്നായിരിക്കും വരിക. ചില പച്ചമരുന്നുകൾ വിപരീത സ്വഭാവമുള്ളവയാണ്. അത് വെള്ളവും എണ്ണയും പോലെയാണ്. അതുകൊണ്ടാണ് മുഴുവൻ പ്രക്രിയയും ശരിയായി നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ വിപരീത ഔഷധങ്ങൾ പരസ്പരം കൂടിച്ചേരും. അങ്ങനെ സംഭവിച്ച മരുന്നിനെ അത് ദോഷമായി ബാധിക്കാം. ഇപ്പൊ നമുക്ക് ഡേവിഡ് സാർ മരുന്നുണ്ടാക്കിയ രീതിയെ കുറിച്ച് സംസാരിക്കാം. അദ്ദേഹം ആദ്യം എടുത്ത സസ്യം ആകാശവല്ലിയാണ്. ഇത് കോൾഡ് ഓറുള്ള സസ്യമായതുകൊണ്ട് ചൂട് അധികം അതിനെ ബാധിക്കില്ല. ഉയർന്ന താപനിലയിൽ മാത്രമേ അതിന്റെ പ്രഭാവം വേർതിരിച്ചെടുക്കാൻ സാധിക്കൂ. അതിനെ ആദ്യം തന്നെ നല്ല ഉയർന്ന താപനിലയിൽ ചൂടാക്കിയാൽ മാത്രമേ അത് അതിന്റെ ഔഷധ ഗുണങ്ങൾ പുറത്തു കാണിക്കൂ. അതാണ് സാറിന് പറ്റിയ ആദ്യത്തെ തെറ്റ്. ആകാശവല്ലി ഇട്ട് കഴിഞ്ഞിട്ട് 7 നിമിഷം കഴിഞ്ഞാണ് സാർ ഈന്തപ്പനയുടെ പൂവിട്ടത്. പക്ഷെ സത്യത്തിൽ അത് ഇടേണ്ടിയിരുന്നത് 4 നിമിഷങ്ങൾക്ക് ശേഷമായിരുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ആകാശവല്ലി പറിച്ചിട്ട് 6 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ എഫക്റ്റും കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഇതിന്റെ ഇലകളിലാണ് കൂടുതൽ ശക്തിയുള്ളത്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അത് അതിന്റെ ശക്തി പുറത്തുവിടും. അതുകൊണ്ട് ആകാശവല്ലി ഇട്ടിട്ട് 4 നിമിഷത്തിന് ശേഷമായിരുന്നു ഈന്തപ്പനയുടെ പൂവിടേണ്ടിയിരുന്നത്. ഈ ഒരു തെറ്റ് മരുന്നിന്റെ 13% ഗുണമാണ് കുറച്ചത്. ഇനി ഈ പറഞ്ഞ ഈന്തപ്പനയുടെ പൂവിനാണെങ്കിൽ 5 വർഷത്തെ പഴക്കമുണ്ട്. അതുകൊണ്ട് അതിന്റെ എഫക്ട്സും സ്ട്രോങ് ആണ്. ഇത് സത്യത്തിൽ പാത്രത്തിന്റെ അരികെ ചേർന്നായിരുന്നു ഇടേണ്ടിയിരുന്നത്. അങ്ങനെ ഇട്ടിരുന്നെങ്കിൽ പാത്രത്തിന്റെ അരികുകളിലൂടെ തട്ടി അത് ഉള്ളിലേക്ക് എത്തുമ്പോഴേക്കും അതിന് മുഴുവൻ ശക്തിയും പുറത്തു വന്നിട്ടുണ്ടാകുമായിരുന്നു. പക്ഷേ സാർ അതിനെ വെറുതെ പാത്രത്തിന് നടുവിലേക്ക് എടുത്തിടുകയാണ് ചെയ്തത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മരുന്നിന്റെ 14% ഗുണമാണ് നഷ്ടമായത്. ഇനി അടുത്ത തെറ്റ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ 2 സസ്യങ്ങളും ഓപ്പോസിറ്റ് എഫക്റ്റ് ഉള്ളതാണ്. അതുകൊണ്ട് അവ തമ്മിലുള്ള കൂടിച്ചേരലിന്റെ എഫക്റ്റ് കുറയ്ക്കാനായി സ്കാറ്റേഡ് ഫ്ലോറ ഗ്രാസ് ആയിരുന്നു ഇടേണ്ടിയിരുന്നത്. പക്ഷെ സാറിട്ടത് ഡ്രാഗൺ ഗ്രാസ് ആണ്. ഈ തെറ്റുമൂലം മരുന്നിന്റെ 11% ഗുണമാണ് കുറഞ്ഞത്. ചേതൻ ഉറക്കെ പറഞ്ഞു. അവനൊരു ട്രെയിൻ വിട്ടതുപോലെ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്നു. അവൻ പറയുന്നതെല്ലാം യുക്തിപരമായി സത്യമായ കാര്യങ്ങളായിരുന്നു. ചേതൻ ആ മരുന്നിന്റെ ഓരോ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഡേവിഡിന്
തന്റെ തലയ്ക്ക് ചുറ്റിയ കൊണ്ട് ഓരോ അടി കിട്ടുന്ന പോലെയാണ് തോന്നിയത്. ഒപ്പം ഓരോ തെറ്റിന്റെയും പ്രതിഫലനം ഡേവിഡിന്റെ മുഖത്ത് പ്രകടമായിരുന്നു. മരുന്ന് ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. അത് അവിടെ ഇരുന്നിരുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ മനസ്സിലായി. ഒരേ സസ്യം തന്നെ എടുത്താലും അതിന്റെ കാലപ്പഴക്കത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റും വ്യത്യാസമുള്ളതായിരിക്കും. ഓരോ ആൽക്കിമിസ്റ്റും അവയുടെ ഫലവും അവയെ മിക്സ് ചെയ്യുന്നതിനുള്ള ശരിയായ മാർഗവും ഓർക്കണം. ഒരു ടാബ്ലറ്റ് നിർമ്മിക്കാൻ അത്തരം നിരവധി കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ചേതൻ ഈ മരുന്നുകൾ നിർമ്മിക്കുന്ന പ്രക്രിയകളെ ആഴത്തിലേക്ക് ചെന്ന് ഓരോന്ന് കണ്ടുപിടിച്ചാൽ ഡേവിഡിന് തന്റെ തെറ്റുകൾക്കുള്ള ഉത്തരങ്ങൾ പറഞ്ഞു തീർക്കാൻ തന്നെ ഒരാഴ്ച പിടിക്കും. അവൻ പറഞ്ഞതെല്ലാം ശരിയാണ്. ആൽക്കെമിസ്റ്റ് ഡേവിഡ് മരുന്നുണ്ടാക്കാൻ ഉപയോഗിച്ച മുഴുവൻ നീക്കങ്ങളും അവൻ ഓർമ്മയുണ്ട്. കൂടാതെ ഏത് ഔഷധമാണ് എപ്പോൾ എങ്ങനെ ചേർത്തത് എന്ന് വരെ അവൻ ഓർത്തു വെച്ചിരിക്കുന്നു. അവന്റെ ഓർമ്മശക്തിയും അപാരം തന്നെ. ചേതൻ വീണ്ടും തകർത്തത് കണ്ട് അവിടെയുള്ള ആൽക്കിമിസ്റ്റുകൾ അറിയാതെ തന്നെ അവനെ പുകഴ്ത്തി സംസാരിക്കാൻ ആരംഭിച്ചിരുന്നു. ഈ ആൽക്കിമിസ്റ്റ് പണി ചില്ലറ പണിയല്ല. ഞാൻ കരുതിയതിനേക്കാൾ ഒരുപാടുണ്ട് പഠിക്കാനും ഓർമ്മിക്കാനും. എന്തിന് പാത്രത്തിലെ പോറിൽ വരെ നോക്കണം. ചുമ്മാതല്ല, ലെവൽ 3-4 ഒക്കെയുള്ള മരുന്നുകൾ വളരെ കുറവായിരിക്കുന്നത്. ഇതുപോലെ ചെറിയ അശ്രദ്ധ പോലെ ഗുളികയുടെ പ്രഭാവം കുറയ്ക്കാൻ. എന്തൊക്കെയല്ലേ. ഏതോ ഒരു ചേതൻ വേണ്ടി വന്നു ഈ പേര് കേട്ട ടീംസിനൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് ശ്രുതി ചേതനെ അത്ഭുതത്തോടെ നോക്കി. ചേതന്റെ സംസാരം കേട്ട് എല്ലാവരും നിശബ്ദരായിരുന്നു. ആർക്കും ഒന്നും തന്നെ പറയാനില്ല. വായും തുറന്ന് കണ്ണും മിഴിച്ച് എല്ലാവരുടെയും തലയില് ഒരുപോലെ ഇടിവെട്ടിയ അവസ്ഥയിൽ ഇരിക്കുകയാണവർ. സംവാദത്തിന് വന്നാൽ ആദ്യത്തെ 1-2 ചോദ്യങ്ങളിൽ തന്നെ മുന്നിൽ നിൽക്കുന്നവനെ തറ പറ്റിച്ചുള്ള ശീലമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അന്നാണെങ്കിലോ എത്ര ശ്രമിച്ചിട്ടും തോൽപ്പിക്കാനും പറ്റിയില്ല. സ്വയം അപമാനിതരാവുകയും ചെയ്തു. അതും പോരാഞ്ഞ് എങ്ങനെയാണ് മരുന്ന് തയ്യാറാക്കേണ്ടതെന്ന് ചേതനിൽ നിന്നും അവരെല്ലാം പഠിക്കേണ്ടിയും വന്നു. ഇത്രയും ഗതികെട്ട ഒരു ദിവസം അവർക്കുണ്ടായിട്ടില്ല. ഇന്ന് വരെ അവർ ചെയ്തതെല്ലാം തെറ്റുകളായിരുന്നു. ചേതൻ ഇപ്പോൾ പറഞ്ഞു തന്നതുപോലെ മരുന്നുകൾ തയ്യാറാക്കിയാൽ ഉറപ്പായും അത് ഉയർന്ന നിലവാരമുള്ളവയായിരിക്കും. ഒരു 1 സ്റ്റാർ ആൽക്കെമിസ്റ്റിന് പോലും ഈ സിദ്ധാന്തങ്ങൾ ഒന്നും അറിയില്ലായിരുന്നു. അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അവരെല്ലാം ചേതനെ നോക്കി. അവൻ ചില്ലറക്കാരനല്ല, ഒരു പ്രതിഭാസം തന്നെയാണെന്ന് അവർക്ക് തോന്നി. അധ്യായം 89. തന്റെ കഴിവ് തെളിയിച്ച് ചേതൻ അവിടെയുള്ള എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. അഹങ്കാരത്തോടെ വന്ന ഡേവിഡ് ആണെങ്കിൽ ജീവചവമായി നിൽക്കുകയാണ്. നാളിതുവരെ താനൊരു മികച്ച ആൽക്കെമിസ്റ്റ് ആണെന്ന് സ്വയം പറഞ്ഞു നടന്ന ആളാണ് ഡേവിഡ്. അയാളുടെ വാക്കുകൾ വിശ്വസിച്ച് അയാൾക്ക് നന്നായി തന്നെ മരുന്നുകൾ തയ്യാറാക്കാൻ അറിയാമെന്ന് മറ്റുള്ളവരും കരുതിയിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ചേതന്റെ വാക്ക് കേട്ടതും എല്ലാവർക്കും അയാൾക്ക് ആകെയുള്ള കഴിവ് കുരുട്ടുബുദ്ധി മാത്രമാണെന്ന് മനസ്സിലായി. ഡേവിഡിലുള്ള എല്ലാവരുടെയും വിശ്വാസം ഇല്ലാതെയായി. ഡേവിഡിന് സ്വന്തം ആത്മവിശ്വാസം വരെ നഷ്ടമായിരുന്നു. ഇപ്പോൾ ആ അടുപ്പിന്റെ അരികിലേക്ക് പോകാൻ പോലും അയാൾക്ക് ഭയം തോന്നി. അയാളുടെ ശരീരം ആകെ ഒന്ന് വിറച്ചു. ഡേവിഡ് നെഞ്ചും വിരിച്ച് വല്ലാത്ത ധൈര്യത്തിലായിരുന്നു. കുറച്ചു മുമ്പ് ചേതനൊന്നും അറിയില്ല എന്നൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത് എന്തിന് ഡേവിഡ് ചേതനെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് വരെ എല്ലാവരും കരുതി. എന്നാൽ ഇപ്പോൾ ചേതനാവട്ടെ കാര്യങ്ങളെല്ലാം തല കീഴായി മറിച്ചു. ചേതന് പകരം ഇവിടെ പാഠം പഠിച്ചത് ഡേവിഡ് ആയിരുന്നു. അയാളുടെ മുഖമാകെ വിളറി വെളുത്തു. അയാൾക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം തന്റെ ശബ്ദം വീണ്ടെടുത്ത് അയാൾ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു, നീ പറഞ്ഞത് 100% ശരിയാണ്. എന്റെ കഴിവ് വെച്ച് എനിക്കിവിടെ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് മരുന്നുകൾ തയ്യാറാക്കാൻ അറിയില്ല എന്നുള്ളതും ഞാൻ സമ്മതിക്കുന്നു. നിന്നെക്കുറിച്ച് മോശമായ വാദങ്ങൾ ഉന്നയിച്ചതിന് ഞാൻ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു. ഇന്ന് ഞാൻ ദൈവത്തെ വെച്ച് സത്യം ചെയ്യുകയാണ്, ഞാനിനി ഒരിക്കലും മരുന്നുകൾ തയ്യാറാക്കില്ല. ഡേവിഡ് ഭ്രാന്തനെ പോലെ അലറി. അയാളുടെ പ്രതിജ്ഞ ആ മുറിയിലാകെ അലയടിച്ചു. ഡേവിഡ്, ഇത്ര കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. ഡേവിഡ്, നിനക്ക് എന്താ പറ്റിയത്? നീ എന്താ ഈ ഉദ്ദേശിക്കുന്നത്? നീ മരുന്നുകൾ ഉണ്ടാക്കില്ലെന്നോ? ഡേവിഡിന്റെ പ്രതിജ്ഞ കേട്ട് ആൽക്കിമിസ്റ്റുകളെല്ലാം ഞെട്ടി. ഡേവിഡിന് ഇതെങ്ങനെ ചെയ്യാൻ കഴിയും? എന്തൊക്കെ പറഞ്ഞാലും അവരുടെ കൂട്ടത്തിലെ തന്നെ ഏറ്റവും മികച്ച ആൽക്കിമിസ്റ്റുകളിൽ ഒന്നാണ് ഡേവിഡ്. അയാൾക്ക് അതെങ്ങനെ ഒറ്റയടിക്ക് ഇട്ടെറിഞ്ഞു പോകാൻ കഴിയും? അവിടെയുള്ളവരെല്ലാം ഞെട്ടലിലും ആശയക്കുഴപ്പത്തിലുമായിരുന്നു. ഒരു മരുന്ന് പോലും നിർമ്മിക്കില്ല എന്ന പ്രതിജ്ഞയുടെ അർത്ഥം അയാൾ തന്റെ ആൽക്കിമിസ്റ്റ് എന്ന സ്ഥാനം വേണ്ടെന്ന് വെക്കുന്നു എന്നാണ്. അതോടെ അയാൾ ഇന്ന് വരെ ഈ സ്ഥാനത്തിന് വേണ്ടി ചിലവഴിച്ച കഷ്ടപ്പാടുകളെല്ലാം വെറുതെ ആവുകയാണ്. എവിടെ നിന്നോ വന്ന ഒരു ചേതൻ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. ഡേവിഡ്, നീ എന്താണ് ഈ പറയുന്നത്? ഒരു അസിസ്റ്റന്റ് നിന്റെ തെറ്റ് കണ്ടെത്തിയെന്ന് വെച്ച് എല്ലാം അതോടെ അവസാനിച്ചോ? നിങ്ങളുടെ തെറ്റ് അത്ര ചെറുതൊന്നുമല്ല, സമ്മതിക്കുന്നു എന്ന് കരുതി അതിനിതുപോലെ ജീവിതകാലം മുഴുവൻ ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ? അയാൾ ചോദിച്ചതിനോട്
അവിടെയുള്ള മറ്റ് ആൽക്കിമിസ്റ്റുകളും ശരിവെച്ചു. ഡേവിഡിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും അവരുടെ വർഷങ്ങളുടെ കഷ്ടപ്പാടും അയാൾ തുടർന്നു വരുന്ന രീതികളും മുഴുവൻ തെറ്റാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും അവരുടെ ആത്മവിശ്വാസം നഷ്ടമാകും. ഇതുപോലെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടതിനു ശേഷം ഈ ആത്മവിശ്വാസം ഉണ്ടായിട്ടും എന്താണ് ഗുണം? അതുകൊണ്ട് ഡേവിഡ് ഇപ്പോൾ പറഞ്ഞതിൽ വലുതായി ഞെട്ടാനൊന്നുമില്ല. ഓരോ തവണ മരുന്ന് തയ്യാറാക്കുമ്പോഴും തനിക്കേറ്റ അപമാനത്തെ ഓർത്തുകൊണ്ട് വേദനിക്കുന്നതിനേക്കാൾ നല്ലത് മരുന്നുകൾ തയ്യാറാക്കുന്നത് മുഴുവനായി നിർത്തുന്നതാണെന്നാണ് ഡേവിഡ് ചിന്തിച്ചത്. എല്ലാവരും അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഡേവിഡ് തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. എന്നിട്ട് അയാൾ ചേതനെ നോക്കി. ചേത, എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. സത്യത്തിൽ നീയൊരു അസിസ്റ്റന്റ് ആൽക്കെമിസ്റ്റ് തന്നെയാണോ? അതും അയാൾ തന്റെ വാക്കുകൾ മുഴുവിപ്പിച്ചില്ല. ചേന്നതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഡേവിഡ് തന്റെ തീരുമാനം അവിടെയുള്ളവരെല്ലാം അറിയിച്ച ശേഷം ചേതനൊന്ന് വണങ്ങി. ഞാൻ എന്റെ തോൽവി സമ്മതിച്ചു. ചേതനുമായുള്ള സംവാദത്തിൽ നിന്നും പിൻവാങ്ങുകയാണ് എന്ന് പറഞ്ഞു. സംവാദം തുടങ്ങി 2 മണിക്കൂർ സമയം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തന്നെ ആദ്യത്തെ 4 പേരും ചേതനാൽ തോൽപ്പിക്കപ്പെട്ടു. ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ആരും കരുതിയിരുന്നില്ല. ജിജേഷിന് പോലും ഇതൊന്നും വിശ്വസിക്കാനായില്ല. ഇതിനു മുമ്പ് അവർ ആരും ചേതൻ ജയിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഇപ്പോൾ നടക്കുന്നതെല്ലാം അവർ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാണെന്ന് വേണം പറയാൻ. ഇവിടെ നടക്കുന്നത് ഒരു സംവാദം പോലും ആയിരുന്നില്ല. ചേതൻ തന്റെ എതിരാളികൾക്ക് തിരിച്ചടിക്കാനുള്ള സമയം പോലും കൊടുക്കാതെയാണ് അവരെ പരാജയപ്പെടുത്തുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചേതൻ അസിസ്റ്റന്റ് ആവാനുള്ള ടെസ്റ്റിൽ ഫുൾ മാർക്ക് വാങ്ങിയതിൽ യാതൊരു അത്ഭുതവുമില്ല. ഇത്രയും കഴിവുള്ള അവന് ആ പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങാനാണോ പാട്? ഇതേ സമയം ജിജേഷിന്റെ അരികിൽ നിന്നിരുന്ന ശ്രുതിയുടെ ശരീരം ചെറുതായൊന്നും വിറച്ചു. അവളുടെ കണ്ണുകളിൽ ഭയം പ്രകടമായിരുന്നു. അവളുടെ ഭയത്തിന്റെ കാരണം മറ്റൊന്നുമല്ല, താൻ ഇത്രയും അറിവുള്ള ഒരാളെയാണല്ലോ അപമാനിക്കാൻ ശ്രമിച്ചത് എന്നുള്ള തിരിച്ചറിവായിരുന്നു. എന്തോ ഭാഗ്യത്തിനാണ് ചേതൻ അതൊന്നും കാര്യമായി എടുക്കാതിരുന്നതെന്ന് അവൾ കരുതി. ഒരുപക്ഷെ ചേതന്റെ ഈ കഴിവ് വെച്ച് അവന് ചിലപ്പോ ശ്രുതിയെ ഈ ആൽക്കമി യൂണിയനിൽ നിന്നും പുറത്താക്കാൻ വരെ സാധിച്ചെന്നിരിക്കും. ഡേവിഡ് തോൽവി സമ്മതിച്ചതോടെ അവിടെയുള്ളവരെല്ലാം വീണ്ടും നിശബ്ദരായി മാറി. സംവാദത്തിൽ ഇനി ആരാണ് ചേതനെ നേരിടാൻ പോകുന്നതെന്ന് ജിതേഷ് ചിന്തിച്ച് ബാക്കിയുള്ളവരെ നോക്കിയതും ജിനേഷ് പരിങ്ങിക്കൊണ്ട് തല കുനിച്ച് നിൽക്കുന്നത് അവൻ കണ്ടു. ജിനേഷ് നേരത്തെ മത്സരിക്കാൻ തയ്യാറായതാണല്ലോ. അതിനിടയിലാണല്ലോ ഡേവിഡ് വന്നത്. പക്ഷേ അവന്റെ മുഖത്ത് നേരത്തെ ഉണ്ടായ ആത്മവിശ്വാസം ഇല്ലെന്ന് ജിജേഷ് ശ്രദ്ധിക്കാതിരുന്നില്ല. എങ്കിലും ജിനേഷിനോട് മുന്നിലേക്ക് വരാൻ അവൻ ആംഗ്യം കാണിച്ചു. ഇപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ അടുത്തത് എന്റെ നേരെയാവുന്നു. നാശം പിടിക്കാൻ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? പോയി നേരിടുക തന്നെ, ജിനേഷ് ചിന്തിച്ചു. മറ്റൊരു വഴിയുമില്ലാതെ ജിനേഷ് രംഗത്തിറങ്ങി. ഇനി എന്റെ ഊഴമാണ്. എനിക്ക് നിന്നോട് വിരോധമൊന്നുമില്ല, വെറുമൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമാണത്, ജിനേഷ് ചേതന്റെ ചെവിയിൽ മെല്ലെ പറഞ്ഞു. ചേതൻ അത് കേട്ട് ചിരി വന്നു. ഓ, നേരത്തെ ജാമ്യം എടുത്തല്ലോ അവൻ മനസ്സിൽ പറഞ്ഞു. അയാൾ വേഗം അടുപ്പിനരികിലേക്ക് ചെന്നു. അയാൾ ഒരു ലെവൽ 1 ടാബ്ലറ്റ് തയ്യാറാക്കാൻ തുടങ്ങി. ഇതിനു മുമ്പുള്ളവർ തയ്യാറാക്കിയതിനേക്കാൾ നിലവാരം കുറഞ്ഞതായിരുന്നു അത്. അയാളുടെ ചലനങ്ങളെല്ലാം വേഗത്തിലായിരുന്നു. താമസിയാതെ അയാളുടെ ടാബ്ലറ്റ്സ് എല്ലാം തയ്യാറായി. ഇന്നലെയാണ് ചേതൻ ജിനേഷിനെ പരിചയപ്പെട്ടത്. അവനൊരു നല്ല സ്വഭാവക്കാരനാണെന്ന് ചേതന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ചേതൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. വ്യക്തമായി ചില തെറ്റുകൾ മാത്രം അവൻ ചൂണ്ടിക്കാട്ടി. ജിനേഷ് തന്റെ തോൽവി സമ്മതിക്കുകയും ചെയ്തു. ഇനി 10ൽ 5 പേർ മാത്രം. ഇനി ആരാണ് വരുന്നത്? ചേതൻ തന്റെ കൈകൾ പിന്നിൽ കെട്ടിക്കൊണ്ട് അവിടെയുള്ള ബാക്കി ആൽക്കിമിസ്റ്റുകളോട് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ട് അവിടെയുള്ളവരെല്ലാം നിശബ്ദരായി. അന്ന് ആദ്യമായി ഒരു അസിസ്റ്റന്റിനെ കണ്ട് അവരെല്ലാം ഭയക്കാൻ തുടങ്ങി. മറ്റുള്ളവരോട് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ മനഃപൂർവ്വം ചോദിച്ച് ഇവിടെ നിന്നും അവരെ ഓടിച്ചു വിടുന്നവരാണ് ഈ ആൽക്കിമിസ്റ്റുകൾ. എന്നാൽ ചേതന്റെ കാര്യത്തിൽ അതെല്ലാം തകിടം മറിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ആൽക്കിമിസ്റ്റുകൾ ചേതൻ അടുത്തതായി തിരഞ്ഞെടുക്കുന്നത് തങ്ങളെ ആയിരിക്കുമോ എന്നോർത്ത് ഭയന്നു. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം പ്രായമായ മറ്റൊരു ആൽക്കിമിസ്റ്റ് എഴുന്നേറ്റ് നിന്നു. ഞാൻ വരാം, അയാൾ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. അയാളുടെ പേര് മാത്യു എന്നായിരുന്നു. മാത്യുവിന്റെ ടെക്നിക്കിൽ നിന്നും ഒന്ന് ഡേവിഡ് മോഷ്ടിച്ചിരുന്നു. അയാൾ മെല്ലെ നടന്ന് ഡേവിഡിന്റെ അടുത്തേക്ക് പോയി. നീ എന്റെ അടുത്ത് നിന്ന് മോഷ്ടിച്ചത് പോരാ, ആ മോഷ്ടിച്ച ടെക്നിക്ക് എനിക്ക് തന്നെ ആൾട്ടർ ചെയ്ത് പറഞ്ഞു തന്നല്ലേ. നീ വെറും കള്ളനല്ല, കാട്ടുകള്ളനാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നോക്കിയിരുന്നോ, നിനക്കുള്ളത് ഞാൻ പിന്നെ തരുന്നുണ്ട്, അയാൾ ഡേവിഡിനോട് കോപത്തോടെ പറഞ്ഞു. അപ്പോഴാണ് മറ്റൊരു ആൽക്കിമിസ്റ്റ് എഴുന്നേറ്റത്. മാത്യു, ഒരു മിനിറ്റ്, ഞാനുണ്ട് നിന്റെ കൂടെ. ഇത്തവണ നമുക്ക് അവൻ ഒരുമിച്ച് നേരിടാം. അശ്വിൻ എന്നൊരു ആൽക്കിമിസ്റ്റ് ആയിരുന്നു. അത് കേട്ട മാത്യു
അശ്വിന് നേരെ തിരിഞ്ഞു. രണ്ടുപേർ ഒരുമിച്ചോ? അയാൾ സംശയത്തോടെ ചോദിച്ചു. ഒരെതിരാളിക്ക് ഒരേ സമയം രണ്ട് ടെക്നിക്കുകളിലെ തെറ്റുകൾ എങ്ങനെ കണ്ടെത്താനാകും? ഒരേ സമയം രണ്ട് മരുന്നുകൾ ഉണ്ടാക്കുന്ന പ്രക്രിയ ആർക്കും നിരീക്ഷിക്കാൻ കഴിയില്ലെന്ന് അയാൾക്കറിയാം. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചോദിച്ചത്. നിങ്ങളുടെ കൺസേൺ എനിക്ക് മനസ്സിലാവും മിസ്റ്റർ മാത്യു. പക്ഷേ ചേതന്റെ കഴിവ് അസാമാന്യമാണ്. അവൻ എന്തും ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താൻ കഴിയും. ഇവൻ നന്നായി തന്നെ ഇതിനു വേണ്ടി പഠിച്ചു കാണണം. എന്തിന്? അവൻ ഇതിന് പഠിപ്പിച്ചതുവരെ ഒരു എസ് ലെവൽ അധ്യാപകനാവാനും സാധ്യതയുണ്ട്. അവന്റെ അറിവ് അത്രയും മികച്ചതാണ്. ഒരു പക്ഷേ ഇതെല്ലാം അവൻ മനപ്പാഠം പഠിച്ചതായിരിക്കും. നമ്മളുടെ എതിരാളി എത്ര ശക്തനാണോ സംവാദത്തിന്റെ തലവും അതിനനുസരിച്ച് ഉയർത്തണം. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ റൂൾസിലുള്ളതാണ്. അശ്വിൻ മറുപടി പറഞ്ഞു. അത് കേട്ട് മാത്യു ഒന്ന് ചിന്തിച്ചു. അശ്വിൻ പറയുന്നതും ശരിയാണ്. എന്തുകൊണ്ടാണ് ആരും ഇതിനെക്കുറിച്ച് നേരത്തെ ചിന്തിക്കായിരുന്നത്? അയാൾ ആലോചിച്ചു. അശ്വിൻ അയാളുടെ അടുത്തേക്ക് വന്നു. അയാൾ എന്തോ പറയാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി ബാക്കിയുള്ള ആൽക്കിമിസ്റ്റുകളും അവിടേക്ക് ചെന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചേതന് 20-25 വയസ്സേ പ്രായം കാണും. അവൻ ജനിച്ചതിന് ശേഷം എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മൾ വായിച്ചതിനേക്കാൾ കുറവായിരിക്കും. അതുമല്ല, പരിശീലനമില്ലാതെ ഒരാൾക്ക് മരുന്നുകൾ തയ്യാറാക്കാൻ കഴിയില്ല. പക്ഷെ ഒരു പുസ്തകം വായിക്കുന്നത് അങ്ങനെയല്ല. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നത് അത്ര എളുപ്പമാണെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും അതുമല്ല, ഒരു യഥാർത്ഥ സംവാദത്തിൽ ഫോർമുലകളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെയല്ല. ചേതന് ഫോർമുലകൾ അറിയില്ലായിരിക്കണം. അതുകൊണ്ടാവും അവൻ നമ്മളെ ഡൈവേർട്ട് ചെയ്ത് പകരം മരുന്നുകൾ ഉണ്ടാക്കിപ്പിച്ച് അതിന്റെ കുറവുകൾ കണ്ടെത്തുന്ന വിധത്തിലേക്ക് ഈ സംഭവത്തെ കൊണ്ടെത്തിച്ചത്. അതുമല്ല, അവൻ ചെറുതിലെ മുതലേ ഒരു എസ് ലെവൽ അധ്യാപകന്റെ അടുത്ത് നിന്നും മരുന്നുകൾ ഉണ്ടാക്കാൻ പഠിച്ചതാണെന്നിരിക്കട്ടെ. അവന് നമ്മളുടെ മരുന്നുകൾ ഉണ്ടാക്കുന്ന രീതിയിലെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നത് വെറും നിസ്സാരമായിരിക്കും. പക്ഷെ ഫോർമുലകൾ അങ്ങനെയല്ല. അത് ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങൾക്കും അറിയാം. അശ്വിൻ തന്റെ മനസ്സിൽ തോന്നിയ ആശയം മുന്നോട്ട് വെച്ചു. അശ്വിൻ പറഞ്ഞത് ശരിയാണ്. ഒരു എസ് ലെവൽ അധ്യാപകന്റെ കീഴിൽ പഠിച്ച ഒരാൾക്ക് മരുന്നുകളെ കുറിച്ച് നല്ല അറിവുണ്ടാവും. പക്ഷെ നമ്മളാവട്ടെ വെറും 1 സ്റ്റാർ ആൽക്കെമിസ്റ്റുകൾ മാത്രമാണ്. അതിനാൽ എളുപ്പത്തിൽ തന്നെ നമ്മുടെ തെറ്റുകൾ കണ്ടെത്താൻ കഴിയും. മാത്യു അശ്വിൻ പറഞ്ഞതിനെ പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞു. സാർ, പ്ലാനിംഗ് ഒക്കെ കണ്ട ഭീകരം തന്നെ. പക്ഷേ അതെന്തിനാ എന്ന് എനിക്ക് മനസ്സിലാവത്തെ. എന്ത് ചെയ്താലും കാര്യമില്ല. ചേതനത് പൊട്ടിച്ച് കൈ കൊടുക്കും. അത് എക്സാം എഴുതി പൊട്ടി നിൽക്കുന്ന എനിക്ക് വരെ മനസ്സിലായി. എന്നിട്ടും ഇത്രയും പണ്ഡിതന്മാരായ ഇവർക്ക് മനസ്സിലാവുന്നില്ലേ? മര്യാദയ്ക്ക് തോൽവി സമ്മതിച്ച് ഈ സംവാദം അവസാനിപ്പിച്ചൂടെ? ശ്രുതി സംശയം അടക്കാൻ കഴിയാതെ ജിജേഷിനോട് ചോദിച്ചു. നീ ഒന്നും മിണ്ടാതിരുന്നേ. അവന്റെ തുടക്കമൊക്കെ നന്നായിരുന്നു. ഇനി ഫിനിഷിംഗ് എങ്ങനെയാകുമെന്ന് ആർക്കറിയാം. നമുക്ക് നോക്കാം, ജിജേഷ് പറഞ്ഞു. ഇതേ സമയം ബാക്കിയുള്ള 5 ആൽക്കെമിസ്റ്റുകളുടെ ഉള്ളിലും ചേതനെ എങ്ങനെ തോൽപ്പിക്കണമെന്നുള്ള ചിന്ത കടന്നുകൂടി. അവരുടെ എല്ലാം പഴയ ആത്മവിശ്വാസം അവരിലേക്ക് തിരിച്ചെത്തി. ചേതന് മരുന്നുകളെ കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കാം. അവന് ഒറ്റ നോട്ടത്തിൽ മരുന്നുകളുടെ കുറവുകൾ കണ്ടെത്താനും കഴിഞ്ഞിരിക്കാം എന്ന് കരുതി അവന് എല്ലാത്തിനെയും കുറിച്ചും അറിവുണ്ടാകണമെന്നില്ലല്ലോ. ഫോർമുലകളെ കുറിച്ചും അറിഞ്ഞിരിക്കണമെന്നില്ല. ഇതിനെക്കുറിച്ച് അവർ നേരത്തെ ചിന്തിച്ചിരുന്നെങ്കിൽ ചില ഫോർമുലകൾ ചോദിച്ച് ചേതനെ പുറത്താക്കാമായിരുന്നു. ചേതൻ എത്രയും നേരം എല്ലാവരെയും വിഡ്ഢികളാക്കുകയായിരുന്നു എന്നാവും അശ്വിൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് അവിടെയുള്ളവരെല്ലാം മനസ്സിലാക്കി. ഫോർമുലകൾ പഠിക്കാൻ ഒരുപാട് സമയവും പരിശ്രമവും ആവശ്യമാണ്. അതുമല്ല, ചേതനെ കണ്ടാൽ അവന് 25 വയസ്സുണ്ടെന്ന് പോലും തോന്നില്ല. അതുകൊണ്ട് അവൻ എത്രയൊക്കെ പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും അവിടെയുള്ള ആൽക്കിമിസ്റ്റുകൾ പഠിച്ചിട്ടുള്ള പുസ്തകങ്ങളെക്കാൾ കുറവായിരിക്കും. അതുമല്ല, പുസ്തകങ്ങൾ വായിച്ചു എന്ന് വെച്ച് അതിലുള്ളതെല്ലാം ഓർത്തിരിക്കണം എന്നുമില്ലല്ലോ. ഇത്തവണ ചേതനെ തോൽപ്പിക്കാൻ കഴിയുമെന്നോർത്ത് അവർ ചേതനെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. അധ്യായം 90. അശ്വിൻ പറഞ്ഞത് കേട്ട് അവിടെയുണ്ടായിരുന്ന ബാക്കിയുള്ള ആൽക്കിമിസ്റ്റുകൾ ചേതന്റെ കാര്യത്തിൽ ഒരു കൈ നോക്കിയേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു.